ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിൽ വീണാൽ അള്ളാഹു നിങ്ങൾക്ക് 5 പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് നിങ്ങൾ ആരെങ്കിലും കരഞ്ഞാൽ, നാളത്തെ പ്രതിഫലമല്ല, ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ നിങ്ങൾക്ക് അള്ളാഹു 5 പ്രതിഫലം തരും. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 5 പ്രതിഫലം പറഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ. 5 പറയാൻ ഞാൻ വാക്കൊന്നും പറയൂല. എനിക്കൊരു സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഞാൻ ചവിട്ടും. ആ പൊക്കിയ കൈ നേരെ നിന്റെ പോക്കറ്റിലിട്ട്. നീ വിജയ് ബർക്കത്തെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടണ സാധനം നീ വിചാരിച്ചോ? ആ എന്തേപ്പ പോക്കറ്റിലിടാ കൈ? ഞാൻ പറഞ്ഞുതരാം, നിക്ക്. സത്യത്തിൽ ബർക്കത്തെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നമുക്ക് നമ്മളിൽ പലർക്കും ബർക്കത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ബർക്കത്തെന്ന് പറഞ്ഞാൽ നോട്ട് കെട്ടി ഇങ്ങനെ കൂടി കൂടി വരിക, ഇതിനാ ബർക്കത്തില്ലേ? നമ്മൾ കരുതിയിരിക്കുന്ന അങ്ങനെ. ബർക്കത്തെന്ന് പറഞ്ഞാൽ കെട്ടുകണക്കിന് നോട്ട് കെട്ടണം. നിക്ക് ചങ്ങാതി, ഇൻഷാ അല്ലാഹ് ഇടാം. ഇടാ, സമയമായില്ല, നിക്ക്, ഇത് പറഞ്ഞിട്ട് വേണം ഇടാൻ. അല്ലെങ്കിൽ 2 നില വീട് കെട്ടുക, അല്ലെങ്കിൽ ഒരു വണ്ടിയുണ്ട് രണ്ടാമതൊരു വണ്ടി കൂടെ കെട്ടുക, അല്ലെങ്കിൽ ഒരു പെണ്ണുണ്ട് രണ്ടാമതൊരെണ്ണത്തിനെ കൂടെ കെട്ടുക. ഇതല്ല ബർക്കത്ത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ബർക്കത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി കൂടി വരിക, ഇതിനാണ് ബർക്കത്ത്. അതിനല്ല ബർക്കത്ത്. നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. ഒരു മഹാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ, പടച്ചവനെ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. ദുആ ചെയ്യുക. ഇത് കേട്ട ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തിനാപ്പാ അള്ളാഹുവെ ഭക്ഷണം തരണമെന്ന് ചോദിച്ചാൽ പോരാ, നീ എന്തിനാ ബർക്കത്ത് ചോദിക്കണേന്ന്? അള്ളാഹുവെ എനിക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരണമെന്ന് ചോദിച്ചാൽ മതി. നീ എന്തിനാ പടച്ചവനെ ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ എന്ന് ചോദിക്കുന്ന എന്തിനാ? ആ സമയത്ത് ആ മഹാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തുവിടാ, പൊന്നാര ചങ്ങാതി, ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹ് എല്ലാവർക്കും കൊടുക്കും. ലോകത്ത് കടന്നു വന്ന ഈ നാട്ടിലെ മുതുകുടിയനും അള്ളാഹ് കൊടുക്കും. റമളാനിൽ പോലും പള്ളിയിൽ കയറാത്തവനും കുടിച്ചടക്കുന്നവൻ അള്ളാഹ് ഇല്ലാന്ന് പറയുന്നവനും അള്ളാഹു ഭക്ഷണം കൊടുക്കും. അതാ ഭക്ഷണം. റിസ്ക് എന്ന് പറയുന്നത് വാകേറിയ പടച്ചവൻ എല്ലാവർക്കും കൊടുക്കും. ഏത് വൃത്തികെട്ടവനും അള്ളാഹു കൊടുക്കും. അതങ്ങനെ എല്ലാവർക്കും അള്ളാഹു കഴിക്കാൻ ഭക്ഷണം കൊടുക്കും. പക്ഷെ ബർക്കത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടൂല. ബർക്കത്തെന്ന് പറയുന്നത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതും വെറുതെ കിട്ടില്ല, ചോദിച്ച് തന്നെ വാങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബർക്കത്തെന്ന് പറയുന്നത് വീടിൻ്റെ അകത്തിരുന്നാൽ കിട്ടുന്നതല്ല. ബർക്കത്തെന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ കിട്ടൽ മാത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിന്ന് കിട്ടുക, ഇതിനാ ബർക്കത്തെന്ന് പറയുക. നീ ഒരു കടയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്, മാസത്തിൽ 2 ദിവസം നല്ല ലാഭം, ബാക്കി എല്ലാ ദിവസവും നഷ്ടം, അതിനെ ബർക്കത്തെന്ന് പറയൂല. എങ്കിൽ ഈ ഉള്ളത് മുഴുവനും ചെറുതാണെങ്കിലും എല്ലാ ദിവസവും നിനക്ക് കിട്ടണം. നിനക്ക് 1000 ആണെങ്കിലും 500 ആണെങ്കിലും ഇത് ഈ കിട്ടുന്ന പൈസ മരിക്കുന്ന കാലം വരെ നിനക്ക് നിലനിന്ന് കിട്ടണം. അതിനാ ബർക്കത്തെന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 2, അതുകൊണ്ട് ദുനിയാവിലും പ്രയോജനമുണ്ടാകണം, ആഖിറത്തിലും പ്രയോജനമുണ്ടാകണം. ഈ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്. വാപ്പ ബാങ്കിൽ കിടക്കണ പൈസയുടെ കണക്ക് നിനക്കറിയോ? ഈ സദസ്സിലിരിക്കണ പല വാപ്പാമാർക്കും ബാങ്കിൻ്റെ അകത്ത് കിടക്കണ പൈസ എത്രയെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയത്തില്ല, അത്രയ്ക്കും കിടപ്പുണ്ട്. 2 നില വീടൊക്കെയാണ് കെട്ടിയിട്ടിരിക്കണേ. നിങ്ങൾ വൈകുന്നേരം സമയം കിട്ടുമ്പോൾ ഇശാ കഴിഞ്ഞാൽ ചങ്ങാതി ഒന്ന് കാനടിക്കുന്ന സമയത്തൊന്ന് പോയി നോക്കിക്കേ. ഈ കോടീശ്വരനായ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോകുമ്പോൾ പാവപ്പെട്ടവൻ പടച്ചോനെ കുബൂസ് ഉരുട്ടണമല്ലേ, ചപ്പാത്തി ഉരുട്ട, അല്ലെങ്കിൽ കഞ്ഞിയും പയറുവാ. കാക്ക ഒരു മന്തി ബിരിയാണി എടുക്കട്ടെ, മട്ടൻ മന്തിയെ മോനെ എനിക്ക് കഴിച്ചുകൂടാ, എന്നാ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചുകൂടാ, എന്നാ ഒരു നാടൻ കോഴിക്കറി എനിക്ക് കഴിച്ചുകൂടാ, ഒന്നും കഴിച്ചുകൂടാ, എനിക്ക് ഉള്ളി കഞ്ഞിയും പയറും. എന്തിനാ ഇവന് കോടികൾ കിട്ടിയിട്ട് വല്ല കാര്യം ഉണ്ടാവും? കോടികൾ ഈ മനുഷ്യന്റെ കയ്യിലിരിപ്പുണ്ട്, പക്ഷെ ഓന് തിന്നാൻ പോലും യോഗമില്ല. എന്നാൽ 2 നില വീടുണ്ടാക്കിയിട്ടുണ്ട്, AC റൂം, അറ, മനോഹരമായ ഒരു അറ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയി കിടക്ക. എനിക്ക് തണുപ്പ് പറ്റൂല, എനിക്ക് ഇവിടെ തന്നെ കിടക്കാം. ചങ്ങാതി പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് മരിക്കുപോലെ നിലനിൽക്കണം. 2, അതുകൊണ്ട് ഇവിടെയും പ്രയോജനം ഉണ്ടാകണം, അവിടെയും പ്രയോജനം ഉണ്ടാകണം. അതിനാ ബർക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പോക്കറ്റിൽ കൈയിട്ടൊരു സദക്ക എടുക്കുക. അള്ളാഹുവിനൊരു ഭവനമൊക്കെ പണിതല്ലേ. ഈ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു സദക്ക എടുക്കണം. എല്ലാവരും തലയുടെ മുകളിൽ നോക്കിക്കോണം പൈസ എടുക്കുന്നതിന് മുമ്പ്.
നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതിമാര് ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്ത് ആ ബക്കറ്റിന്റെ അകത്തിട്ടാൽ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും. മുത്തഅല്ലിമീങ്ങൾ ദുആ ചെയ്താൽ പോലും അള്ളാഹ് സ്വീകരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ദുആ ചെയ്താൽ പോലും അള്ളാഹ് സ്വീകരിക്കും. അപ്പൊ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് ദുആ ചെയ്യ, അല്ലാഹ് ഈ പാവപ്പെട്ടവൻ നീ കൊടുത്തതിൽ പങ്കു കൊടുത്തു പടച്ചവനെ നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരൊറ്റ ദുആ നീ രക്ഷപ്പെട്ടു പോയി. ചങ്ങാതിമാര് വരുമ്പോ പോക്കറ്റിൽ പൈസ വെച്ചിട്ട് നീ പൊട്ടം കടിക്ക, അങ്ങോട്ട് അങ്ങോട്ട് നോക്കാം, ഉറക്കന്നടിക്ക, കുഞ്ഞിരിക്ക, ഓനെ കണ്ട പരിചയം പോലും ഇല്ല. അപ്പൊ അള്ളാഹ് തലയുടെ മുകളിൽ നിൽക്കണ മലക്ക് പറയാ, അല്ലാഹ് നീ കൊടുത്തത് ഇവൻ പിടിച്ചു വെക്ക, അല്ലാഹ് ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയോ അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാഹ്. എന്തിനാ മോനെ വെറുതെ പണി വാങ്ങണം? ആ മലക്ക് ദുആ ചെയ്യ, അല്ലാഹ് ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാഹ്. പിന്നെ കടയിലെ കച്ചവടത്തിന് വലിയ ലാഭമൊന്നും കാണൂല, ഗൾഫിൽ നിന്ന് ഇങ്ങനെ നോട്ട് മഴയൊന്നും വരില്ല. അതുകൊണ്ട് ബർക്കത്ത് വേണം. അൽഹംദുലില്ലാഹ് അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു നല്ല കാര്യത്തിന് വേണ്ടിയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കുക. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എടുക്കുന്നത് എത്രയാണെന്ന് ആരും നോക്കരുത്. പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് എത്രയാണെന്ന് നോക്കരുത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ 2000 ഉണ്ട്, 500 ഉണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്. ആ 10 എടുക്കത്തുള്ളൂ നോക്കിയാ. അതുകൊണ്ട് ആരും എടുക്കുന്നത് എത്രയാണെന്ന് നോക്കണ്ട, അള്ളാഹ്ക്ക് മാത്രം അറിഞ്ഞാൽ മതി. നിനക്കറിയേണ്ട അള്ളാഹ്ക്ക് മാത്രം അറിഞ്ഞാൽ മതി നീ കൊടുത്ത എത്രയാണെന്ന്. രണ്ട് ബക്കറ്റിന്റെ അകത്ത് ആരും കൈയിടരുത് കേട്ടാ. ഇട്ടിട്ട് എടുക്കണ ഒരു സ്വഭാവം നമുക്കുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ 100ന്റെ നോട്ടിടും, 90 വാരും. എന്തിനാ? അപ്പൊ അള്ളാഹ്ക്ക് കൊടുത്ത അള്ളാഹ്ക്കല്ലേ. അള്ളാഹ്ക്ക് കൊടുത്തോണ്ട് തിരിച്ചു വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്പീഡൊന്നും വേണ്ട കേട്ടോ. സമാധാനത്തിൽ പോയി എല്ലാവരും മുന്നിൽ നിന്ന് അവൻ ചിരിക്കും. ഈ അടുത്തൊരു ഉസ്താദേ ആ സദഖത്തു റദ്ദുൽ ബലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പുഞ്ചിരി സദഖയാണെന്ന്. ബക്കറ്റ് കൊണ്ടുപോയപ്പോ ചിരിച്ചു കാണിക്കാം. പൈസ കൊടുക്കാൻ ഇല്ലാത്ത പൈസ ബക്കറ്റിൽ വെച്ചിട്ട് അതല്ല സദഖ, പൈസ തന്നെ ഇടണം ഇൻഷാ അല്ലാഹ്. പോയി എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടുന്ന് തൗബ ചെയ്തിട്ടല്ലേ പിരിയത്തുള്ളൂ. പറ മനുഷ്യന്മാരെ, തൗബ ചെയ്തിട്ടല്ലേ പിരിയുള്ളൂ. ഇൻഷാ അല്ലാഹ് പറ, ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോരാ, ശൈത്താൻ പോട്ടെ, ഒന്നുകൂടെ പറ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും സമാധാനം. ചങ്ങായി ബക്കറ്റ് കൊണ്ടുപോയിട്ട് എഴുന്നേൽപ്പിക്കാതെ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിപ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യണം. എങ്ങനെയാ തൗബ ചെയ്യേണ്ടത്? തൗബ ചെയ്യേണ്ടത് എങ്ങനെയാ? തൗബ എന്ന് പറഞ്ഞാൽ നിലവിളിയൊന്നുമല്ല. നമ്മൾ തൗബ ചെയ്യേണ്ടത് റമദാൻ 27-ാം രാവിന്റെ അന്നൊരു തൗബയുണ്ട്. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ വല്ലാതെ വിളിച്ചുകൂവലല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കണമെന്നില്ല. ഒരു തൗബ എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്നറിയുമോ? ഒരുപാട് നിലവിളിക്കണമെന്നില്ല, പടച്ചവനെ ആരെങ്കിലും കേൾക്കണമെന്നില്ല. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ ജനങ്ങൾ കടന്നു വരികയാണ്. മൂസാ നബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, മഴയില്ലാതെ വെള്ളമില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ എല്ലാ ഭൂമി മുഴുവനും മണ്ടതാ വറ്റുവരണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മഴ കിട്ടുന്നതിന് വേണ്ടി എന്ന് ദുആ ചെയ്യടൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ബനൂ ഇസ്രായേൽ തന്റെ ജനത വന്നിട്ട് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാറ് നമുക്ക് അല്ലാഹുവിനോട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ടൊരു ദിവസം അങ്ങനെ നിശ്ചയിക്കുകയാണ്. പടച്ചവനെ, ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സ്ഥലത്തേക്ക് ജനങ്ങളെ മുഴുവനും കടന്നു വന്നു. എല്ലാവരും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു വന്നു. എല്ലാവരും അവിടെ കടന്നു വരികയാണ്. പടച്ചവനെ,
ചരിത്രം പറയുന്നത് 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്. 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്. അവര് മുഴുവനും അല്ലാഹുവേ മൂസാ നബിയുടെ മുന്നിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. മൂസാ നബി അലൈഹിസ്സലാം 70,000-ഓളം വരുന്ന ജനങ്ങളെ സാക്ഷിയാക്കി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി അവിടെ ദുആ ചെയ്തു. അല്ലാഹ്, മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു റബ്ബേ, മഴ തരണേ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ച റബ്ബേ മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്തു. പടച്ചവനെ ആകാശത്തൊരു കാർമേഘവും കാണുന്നില്ല, മഴയുടെ ഒരു അടയാളവും കാണുന്നില്ല. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്തു. അല്ലാഹ്, നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. പടച്ചവനെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുണ്ട്, പ്രായമുള്ളവരുണ്ട്, യാത്രക്കാരുണ്ട്. പടച്ചവനെ ഗർഭിണികളായ പെണ്ണുങ്ങളുണ്ട്. നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്യുകയാ. ഒരടയാളവും കാണുന്നില്ല. മൂസാ നബി മൂന്നാമതായി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടു അവിടെ ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. അവിടെ പ്രവാചകൻ ഇബ്രാഹിം മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ ആകാശ ലോകത്തു നിന്ന് കടന്നു വരികയാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്ന മൂസാ നബിയേ, ദുആ അല്ലാഹു സ്വീകരിക്കൂല, ദുആ അല്ലാഹു സ്വീകരിക്കൂല, മഴ പെയ്യൂല നബിയേ. മൂസാ നബി അവിടെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദുആ സ്വീകരിക്കാത്തത്? പറയുന്നു, നബിയേ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന 70,000-ഓളം 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനിരിപ്പുണ്ട്. 40 വർഷമായിട്ട് പടച്ചവനോട് നന്ദികേടുകൾ കാണിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യനെ സദസ്സിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല നബിയേ. ജിബ്രീൽ എന്ന മലക്ക് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, പടച്ചവനെ തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളെ വിളിച്ചിട്ട് മൂസാ നബി അവിടെ നിന്ന് പറയുകയാ, 40 വർഷക്കാലമായി പടച്ച റബ്ബിനെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്നവനാണ്, അല്ലാഹനെ മറന്ന് നടക്കുന്നവനാണ്. നാണം കെടുമല്ലോ പടച്ചവര്. ആ മനുഷ്യനതാ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. അവിടെ നിന്ന് മുഖം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് പാപമാ, ഇന്ന് വരെ നിന്നോട് നന്ദികേട് കാണിച്ചവനാണ്. ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാന്, ചെയ്തു പോയ പാപം മുഴുവനും ഞാൻ ഏറ്റുപറയുന്ന തമ്പുരാന്. അല്ലാഹുവേ, നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാഹ്. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഞാൻ ഏറ്റുപറയുകയാ. ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്. എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. എന്റെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നു മുതൽ നിന്നെ വഴിപ്പെട്ട് ജീവിക്കാൻ തമ്പുരാന്. എന്റെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാന്. ആ മനുഷ്യനാ സദസ്സിലിരുന്ന് കൊണ്ട് പടച്ച റബ്ബിനോട് പറയുകയാണ്. അവിടെ നിന്ന് തൗബ ചെയ്യുകയാണ്, അവിടെ നിന്ന് തൗബ ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാഹ്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ച റബ്ബിനോട് പശ്ചാത്തപിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയാണ്. പെട്ടെന്നാണ് കാർമേഘം കടന്നു വന്നത്. പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്യുകയാണ്. ജനങ്ങൾ മുഴുവനും വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹുവേ, മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീലേ,
ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അവിടെ നിന്ന് പറഞ്ഞു മൂസ നബിയേ, ആ മനുഷ്യനെ തൗബ ചെയ്താ